ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അർജുൻ അമ്മയുടെ മോനാണെന്നല്ലേ നാഴികയ്ക്ക് 40 വട്ടം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞാനല്ലേ അവന്റെ അമ്മ. ഇനി വേറെ ആരെങ്കിലും ആണോ? എന്തിനാ അവരുടെ ആഗ്രഹം അധികം വെച്ച് നീട്ടുന്നത്? അതെ, അതോട് പറയാതെ ഞാനിപ്പോ അവിടെ വിളിച്ചേ. അപ്പൊ നീ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ വിളിക്കാം. അപ്പോ ചേട്ടൻ ഇങ്ങോട്ട് വന്നാ മതി. വരാം. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ. എളിച്ചോണ്ട് നിൽക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ മനുഷ്യ. പറയട്ടെ. ഇപ്പോഴേ കുഞ്ഞുങ്ങൾ വിളിച്ചിരുന്നു. നിങ്ങളുടെ പുന്നാരപ്പെങ്ങൾ എന്താ പറഞ്ഞേ? ഇപ്പൊ പറയണോ? ദേ, എനിക്ക് ചോദിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എങ്കിൽ പറയാം. അർജുന്റെ വിവാഹം നിശ്ചയിക്കാൻ പോകുന്നു. ഇതാണോ നിങ്ങൾ ഇളിച്ചോണ്ട് നിന്നത്? പിന്നെ ചിരിക്കാതെ. മറ്റേ അവളാവും പെണ്ണ്. ഞാൻ ആശിച്ചതൊക്കെ വെറുതെ ആയി. എടി മോളെ, നിന്റെ അച്ഛന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കാതെ ഇതെങ്ങനെങ്കിലും മുടക്കുന്ന കാര്യം ആലോചിക്കും മനുഷ്യ. മുടക്കാനോ? ഞാനോ? എടി, ഞാൻ എന്റെ മോളുടെ കല്യാണം തന്നെ മുടക്കണമെന്നാണോ നീ പറയുന്നേ? എടി, അർജുനും നമ്മുടെ ഈ നിൽക്കുന്ന മോളും തമ്മിലാണ് വിവാഹം. കുഞ്ഞുമോൾ ഫോണിൽ കൂടി ഇപ്പൊ പറയുള്ളൂ കാര്യം. എന്റെ ഈശ്വര, എന്റെ എത്ര കാലത്തെ പ്രാർത്ഥനയാ. നടത്തി തരുമല്ലോ അല്ലേ? പിന്നെ അല്ലാതെ. എന്റെ നേർച്ചകളൊക്കെ ഫലിച്ചു. എന്ത് നേർച്ചയാ നീ നേർന്നേ? ശബരിമലയിൽ പോയി അയ്യപ്പന് ചുറ്റും 101 ശയന പ്രദക്ഷിണം. പിന്നെ പളനി പോയി അക്കണ്ട പടിക്കെട്ട് മുഴുവൻ കേറി തലമുണ്ടനം ചെയ്യണം. ആര്? നീയോ? അല്ല, നിങ്ങള്. എന്നാലും എന്റെ മോളുടെ ഭാഗ്യം. ഞാനേ എന്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് ഈ വിവരം ഒന്ന് പറയട്ടെ. അച്ഛൻ പറഞ്ഞത് സത്യം തന്നെ ആണല്ലോ അല്ലേ? പിന്നെ ഞാൻ നോണ പറയോടി? ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ കുഞ്ഞുമോൾക്ക് തളിക്കളയാൻ പറ്റുമോ? അത്രയ്ക്ക് വലിയ ബോംബാണ് എന്റെ കയ്യിലിരിക്കുന്നത്. നീ ഇനി നിന്റെ ഇഷ്ടത്തിന് സ്വപ്നം കണ്ടോ? സിംഗപ്പൂരോ ജർമ്മനിയിലോ പോയി മധുവിധു ആഘോഷിക്കുന്ന നീ മനസ്സിൽ കണ്ടോ? അർജുനെ നിനക്ക് തന്നെ കിട്ടും. ചന്ദ്രലേഖേ, ഒരു ഗ്ലാസ് വെള്ളം. ചന്ദ്രലേഖ വിളിച്ചപ്പോ വന്നത് ജയേട്ടനാണല്ലോ. അർജുന്റെ വിവാഹം ഉടനെ ഉണ്ടാവും. ഇനി ജയേട്ടൻ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. എന്തിനാ എത്ര തിടുക്കപ്പെട്ട് നടത്തുന്നത്? അവൻ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. എന്തോന്ന് കരിയർ? അവന്റെ 3 തലമുറയ്ക്കുള്ളത് അവൻ മാത്രം സമ്പാദിച്ചിട്ടുണ്ട്. എന്റേത് വേറെയും. ഇനി അതും നോക്കിയിരിക്കുന്നത് എന്തിനാ? എങ്കിലും ജാതക പൊരുത്തമൊക്കെ നോക്കണ്ടേ? എന്തിനാ? അതൊക്കെ നോക്കിയിട്ട് എന്താ കാര്യം? അവര് തമ്മില് ഇഷ്ടത്തില. പൊരുത്തം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഞാനങ്ങ് നടത്തും. പിന്നെ എന്തോന്ന് പൊരുത്തം നോക്കല്? അപ്പം നീയായിട്ടെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് പറയുന്നത്?
അർജുൻ അമ്മയുടെ മോനാണെന്നല്ലേ നാഴികയ്ക്ക് 40 വട്ടം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനല്ലേ അവന്റെ അമ്മ. ഇനി വേറെ ആരെങ്കിലും ആണോ? ചന്ദ്രലേക്ക് അത് എന്തു പറ്റി? മനസ്സൊന്നും ഇവിടെ അല്ലാന്ന് തോന്നുന്നു. ജയേട്ടൻ ഇതൊന്നും കാര്യാക്കണ്ട. ചന്ദ്രലേക്ക് വേറെന്തോ പറ്റിയതാ. എന്റെ മകൻ അർജുന്റെ കാര്യം ഞാൻ തന്നെ തീരുമാനിക്കും. ഇതുപോലെ മഹിയുടെ കാര്യം എന്തെങ്കിലുമൊക്കെ വരുമ്പോ ജയേട്ടൻ തീരുമാനിച്ചോ. പൊട്ടിയ ഗ്ലാസിന്റെ ചില്ലുകളൊക്കെ പിറക്കിയെടുത്തെങ്കിൽ പുറകില് വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, അതിൽ കൊണ്ടിട്. എന്റെ മക്കളുടെ അച്ഛനോട് മാത്രമായി ചിലതൊക്കെ എനിക്ക് പറയാനുണ്ട്. ചന്ദ്രലേഖയോട് ഇനി ഞാൻ പ്രത്യേകമായിട്ട് പറയണോ? അർജുന്റെ വിവാഹം ഞാൻ തീരുമാനിച്ച ദിവസം, ഞാൻ തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ ഞാൻ അത് നടത്തിയിരിക്കും. ഒരമ്മയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ ചെയ്യും. അച്ഛന്റെ ഉത്തരവാദിത്തങ്ങള് നിങ്ങളും. അതിന് ഇനി പറ്റില്ല എന്നാണെങ്കില് വെറുതെയെങ്കിലും അവിടെ വരെ ഒന്ന് വരണം. അവന് അച്ഛനുണ്ടെന്ന് മറ്റുള്ള ആൾക്കാരെയൊക്കെ ബോധ്യപ്പെടുത്താനെങ്കിലും. താനിന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നോ? എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്? ഡിസ്ചാർജ് ആയല്ലോ. ഡിസ്ചാർജ് ആയോ? എന്നിട്ട് ഇങ്ങോട്ട് പോയത് അതറിയോ? ഞാൻ ഫാം ഹൗസിലേക്ക് നേരെ പോയത്. താനല്ല. ഓ, ദാസേട്ടനാ. ദാസേട്ടൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം എവിടെ? ഫാം ഹൗസില്.